നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രൻ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ യദു തർക്ക വിഷയത്തിൽ കെ.എസ്.ആർ.ടി.സി ഡ്രൈവറായ യദുവിൻ്റെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് പോലീസിനും സർക്കാരിനും തിരിച്ചടിയായെന്ന് വിലയിരുത്തൽ. കെ.എസ്.ആർ.ടി.സി ബസ് നടുറോട്ടിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കണ്ടോൺമെന്റ് SHOയ്ക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. ഇതിനൊപ്പം കെ.എസ്.ആർ.ടി.സിയും അന്വേഷണം നടത്തണം. അതിനിടെ ഈ വിഷയത്തിൽ ഇനി പ്രതികരണം പാടില്ലെന്ന് CPM നേതാക്കൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിയതായി അറിയുന്നു. സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിൽ കയറിയെന്ന A റഹീം MP വാദം ബാലിശമായിപ്പോയി. ബസ്സിൽ കയറി ടിക്കറ്റാണ് MLA ആവശ്യപ്പെട്ടത് എന്ന റഹീമിൻ്റെ വെളിപ്പെടുത്തലോടെ കേസിൽ മേയർക്കും കുടുംബത്തിനും ഉണ്ടായിരുന്ന എല്ലാ മുൻതൂക്കവും നഷ്ടമായി. സൈബർ സഖാക്കൾക്ക് പോലും പ്രതികരിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി. ഇത്തരത്തിൽ പ്രതികരണങ്ങൾ പാടില്ല. റഹീമിൻ്റെ അടുപ്പക്കാരനാണ് ആ ബസ്സിലെ കണ്ടക്ടർ എന്ന സ്ഥിരീകരണവും അന്വേഷണത്തെ പോലും പ്രതികൂലമായി ബാധിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ കരുതലോടെ പ്രതികരിക്കണമെന്നാണ് പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. മേയർക്കും ആദ്യ വാർത്താ സമ്മേളനത്തിൽ വീഴ്ചകൾ ഉണ്ടായി എന്നാണ് CPM വിലയിരുത്തൽ. കെ.എസ്.ആർ.ടി.സി MDയും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥ് ഉത്തരവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിലാണ് മെയ് 9 കേസ് പരിഗണിക്കുക. മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ്, അരവിന്ദ്, കണ്ടാൽ അറിയാവുന്ന 2 പേർ എന്നിവർക്കെതിരെയാണ് യദുവിൻ്റെ പരാതി. യദുവിൻ്റെ പരാതിയെ സാധൂകരിക്കുന്നതാണ് A റഹീമിൻ്റെ വെളിപ്പെടുത്തൽ എന്നും റിപ്പോർട്ടുണ്ട്. യദു കോടതിയെ സമീപിച്ചാലും ഈ നിലപാടുകൾ പോലീസിനും തിരിച്ചടിയായി മാറും. ഏപ്രിൽ 27 കെ.എസ്.ആർ.ടി.സി ബസ്സിൻ്റെ യാത്ര തടസ്സപ്പെടുത്തി എന്ന് പരാതിയിൽ പറയുന്നു. തന്നെ അസഭ്യം വിളിക്കുകയും യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തു. അന്ന് രാത്രി 10:00 കണ്ടോൺമെന്റ് SHOയ്ക്ക് പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ല. ബസ്സിൻ്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നത് ബോധ്യമാകും. എന്നാൽ യാതൊരു അന്വേഷണവും നടത്താതെ തനിക്കെതിരെ കേസെടുത്തു എന്നാണ് യദുവിൻ്റെ പരാതി. ഇക്കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലപാട് നിർണായകമാകും. യദു തെറ്റുകാരനല്ല എന്ന വിജിലൻസ് റിപ്പോർട്ടും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. എന്നാൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മടക്കിയ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ റിപ്പോർട്ടിനൊപ്പം ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് വേണമെന്ന് ആവശ്യപ്പെട്ടു. കാണാതായ കാർഡിനെക്കുറിച്ച് അന്വേഷിക്കാൻ കെ.എസ്.ആർ.ടി.സി MDക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേയറും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവും ആരോപിക്കുന്നത് പോലുള്ള കുറ്റങ്ങൾ യദു ചെയ്തതായി കണ്ടെത്താനായില്ല എന്നാണ് വിജിലൻസ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മേയറാണെന്ന് ആര്യ പറഞ്ഞതിന് ശേഷവും യദു പ്രോട്ടോകോൾ പാലിക്കാതെ സംസാരിച്ചു. അതുമാത്രമാണ് യദുവിൻ്റെ ഭാഗത്ത് കണ്ടെത്തിയ ഏക കുറ്റമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ബസ്സിനുള്ളിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് ആർക്കും അറിയില്ല എന്നാണ് പറയുന്നത്. സംഭവ ദിവസം പോലീസ് തന്നെ കസ്റ്റഡിയിൽ എടുത്തുവെന്നും പിറ്റേന്ന് ഇറങ്ങിയപ്പോൾ ബസ്സിനുള്ളിലേക്ക് തനിക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ലെന്നും യദു വ്യക്തമാക്കുന്നു. കെ.എസ്.ആർ.ടി.സി CMDക്കും യൂണിയൻ നേതാക്കൾക്ക് മാത്രമാണ് ബസ്സിനുള്ളിൽ കയറാൻ അവകാശം. കമ്മീഷണർ ഓഫീസിൽ പരാതി നൽകിയെങ്കിലും പറയുന്നത് കേൾക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. പകരം രസീത് നൽകി പറഞ്ഞയക്കുകയായിരുന്നുവെന്നും യദു പറയുന്നു. വാക്കുതർക്കത്തെ തുടർന്ന് മേയർ വിളിച്ചതിന് പിന്നാലെ പാളയത്ത് എത്തിയ കണ്ടോൺമെന്റ് പോലീസ് ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയത്. ബസ് പാളയത്ത് തന്നെ ഒതുക്കിയിട്ടു. മണിക്കൂറുകൾ കഴിഞ്ഞ് രാത്രി 1 മണിക്കാണ് കെ.എസ്.ആർ.ടി.സി വിജിലൻസ് വിഭാഗം എത്തി ബസ് തമ്പാനൂർ ഗാരേജിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ വെച്ചാണോ മെമ്മറി കാർഡ് കാണാതായത് എന്ന സംശയമുണ്ട്. അതേസമയം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ ബസ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വാങ്ങേണ്ടിയിരുന്നുള്ളൂ എന്ന നിലപാടിലാണ് കെ.എസ്.ആർ.ടി.സി യൂണിയൻ നേതാക്കൾ. വിജിലൻസ് വിഭാഗം ബസ് കൃത്യമായി പരിശോധിച്ചില്ല എന്നും ആക്ഷേപമുയർന്നു. വാക്കുതർക്കത്തിലും തുടർ വിവാദങ്ങളിലും ഡ്രൈവർ യദു കുറ്റക്കാരനല്ല എന്ന് വ്യക്തമാക്കി സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് മന്ത്രി KB ഗണേഷ് കുമാർ മടക്കിയത്. കെ.എസ്.ആർ.ടി.സിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനൊപ്പം ബസ്സിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യങ്ങളും വേണമെന്ന കടുത്ത നിലപാടിലായിരുന്നു മന്ത്രി. മെമ്മറി കാർഡ് മോഷണത്തിലും അടക്കം കടുത്ത അമർഷത്തിലാണ്. മെമ്മറി കാർഡ് മോഷ്ടിച്ചത് 2-ൽ ഒരാളെ രക്ഷിക്കാനാണെന്ന കാര്യം ഉറപ്പാണ്. അതാരെയാണെന്നാണ് വ്യക്തമാക്കേണ്ടത്. സംശയങ്ങൾ പല വിധത്തിലാണ് നീങ്ങുന്നത്. ബസ്സിനുള്ളിൽ കയറിയ MLA സച്ചിൻ ദേവ് യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്ന ആരോപണമുണ്ട്. ഇത് മറയ്ക്കാനാണ് ശ്രമം നടക്കുന്നത് എന്നാണ് ഉയരുന്ന ഒരു ആരോപണം. അതേസമയം തുടക്കം മുതൽ മേയറുടെ വാക്കുകേട്ട് യദുവിനെ ജോലിയിൽ നിന്ന് തെറിപ്പിക്കാനാകില്ല എന്ന നിലപാടിലായിരുന്നു ഗണേഷ് കുമാർ. എല്ലാ വശവും പരിശോധിച്ച ശേഷം യദുവിനെ ജോലിയിലേക്ക് തിരിച്ചെടുത്താൽ മതി എന്ന നിലപാടാണ് മന്ത്രിക്കുള്ളത്. തമ്പാനൂർ സെൻട്രൽ ഡിപ്പോയ്ക്കുള്ളിൽ നിന്നാകാം മെമ്മറി കാർഡ് മോഷണം പോയത് എന്നാണ് മന്ത്രി കരുതുന്നത്. തൊഴിലാളി യൂണിയൻ നേതാക്കളും ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. ഈ മെമ്മറി കാർഡ് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ സാധിക്കുന്നതല്ല. 4 സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയതിൽ ഒന്നാണ് യദു ഓടിച്ച തിരുവനന്തപുരം തൃശൂർ സൂപ്പർഫാസ്റ്റ്. മറ്റ് 3 ബസ്സുകളിലും ക്യാമറയും മെമ്മറി കാർഡും ഉള്ളപ്പോൾ ഈ ബസ്സിൽ മാത്രം CCTV ക്യാമറയുടെ മെമ്മറി കാർഡിന് എന്തുപറ്റി എന്നാണ് ഉയരുന്ന ചോദ്യം. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോ ഇത് ഊരിയെടുത്ത് മാറ്റിയതാകാം എന്ന് വ്യക്തം. പാളയത്തേക്ക് മേയർ വിളിച്ചിട്ട് എത്തിയ കണ്ടോൺമെന്റ് പോലീസ് ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയത്. ബസ് സൈഡിൽ ഒതുക്കിയിടുകയും ചെയ്തു.